ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഈ ടൈപ്പ് ഒരു സീരീസ് എങ്ങനെ പൈതണിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമിന് ഇതുപോലെയൊക്കെ ഒരു സീരീസ് പൈതണിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഒരു സീക്വൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് വരിക? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഓഡ് നമ്പേഴ്സാണ് ഇൻക്രീസ് ആയി വരുന്നത്, അല്ലേ? 1, 3, 5, 7 എന്ന് പറഞ്ഞിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. അതേപോലെ സെക്കൻഡ്, അതിൻ്റെയൊക്കെ ഫാക്ടോറിയൽസ് കാണാൻ നമുക്കുണ്ട്. സോ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3, അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4 × 5. ആ ഒരു രീതിയിലുള്ള ഫാക്ടോറിയൽ വാല്യൂ നമ്മൾ കാണാനുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെയൊക്കെ പവർ, ഈ എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അതിൻ്റെയൊക്കെ പവർ എന്ന് പറഞ്ഞ ഇതേ ഓഡ് നമ്പേഴ്സ് തന്നെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സൈൻ ചേഞ്ച് വരുന്നുണ്ട്. ആദ്യം പ്ലസ് ആണ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ് മൈനസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ ചേഞ്ച് ആയി വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇതിൻ്റെയൊക്കെ സം നമ്മൾ കാണണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇതെങ്ങനെ നമുക്ക് പൈതണിനകത്ത് ചെയ്യുന്നുള്ളത് ഒന്ന് നോക്കാം. ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കമ്പ്യൂട്ട് സീരീസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് പേര് കൊടുക്കുന്നത്. ആൻഡ് അതിനകത്ത് നമുക്ക് ഇൻപുട്ടുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? ഒന്ന്, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണോ വേരിയബിൾ എക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് സീരീസ് വേണം, അതിന് നമുക്ക് n എന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് യൂസർ n കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 100 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അതിനകത്ത് ഡിഫോൾട്ടായിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം കുറച്ച് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാം. സോ ഒന്നെന്ന് പറയുന്നത് സം എന്ന് പറയുന്ന വാല്യൂ, നമുക്ക് ഫൈനലി കിട്ടേണ്ട സം എന്ന് പറയുന്ന എസ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സൈൻ ചേഞ്ചസ് ഉണ്ടാവണം. സോ സൈൻ ചേഞ്ചസ് എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. മേ ബി അതിനെ 1 ആയിട്ട് കൊടുക്കാം. 1 ആൻഡ് -1 എന്ന് പറഞ്ഞ വാല്യൂസ് ആയിട്ടാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാക്ടോറിയൽ കാണാനുള്ള ഫാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ നമുക്ക് അവിടെ കൊടുക്കാം. അതിന് ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 തൊട്ടിട്ടാണ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ചിലൂടെ ഇത് പോവുക എന്നുള്ളതാണ്, അല്ലേ? സോ ഈ റേഞ്ചിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോർ ലൂപ്പ് നമുക്കവിടെ കൊടുക്കാം, അല്ലേ? സോ ഒരു ഫോർ ഐ ഇൻ റേഞ്ച് എന്താണ് നമുക്ക് വരിക? റേഞ്ച് എന്ന് പറയുന്നത് 1 to എത്ര നമ്പറാണോ ഇവിടെ കൊടുത്തിട്ടുള്ള n എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അത്രയും വരെ പോകണം, അല്ലേ? സോ ജസ്റ്റ് നമുക്കറിയാം പൈതണിനകത്ത് ഇൻഡെക്സ് ബേസ്ഡ് ആയതുകൊണ്ട് 0 തൊട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. സോ n+1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്കവിടെ കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ഓഡ് നമ്പേഴ്സാണ് നമുക്കവിടെ കിട്ടുന്നത്, അല്ലേ? സോ ഓഡ് നമ്പേഴ്സ് ആദ്യം ഡിഫൈൻ ചെയ്യണം. സോ നമുക്ക് ജസ്റ്റ് ജെ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഓഡ് നമ്പർ ചെയ്യാം. നമുക്കറിയാം 2 × ആ വരുന്ന നമ്പർ ഐ എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് വരിക. അതിന് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. സപ്പോസ് ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ നമുക്ക് 2 × 2 4 - 1 3 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും കിട്ടുക. അടുത്തത് ഐയുടെ വാല്യൂ 3 എന്ന് പറയുന്ന സമയത്ത് 6 - 1 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുക. സോ ഓരോ സമയത്തും ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. സോ നമ്മൾ ഓഡ് നമ്പർ അവിടെ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാക്ടോറിയൽ കാണണം, അല്ലേ? സോ ഫാക്ടോറിയൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് അവിടെ എഴുതാം. 4k എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കാം. ഇൻ റേഞ്ച് എന്താ വരിക? വരുന്ന ഓഡ് നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് നമ്മൾ കാണേണ്ടത്. സോ റേഞ്ച് എന്ന് പറയുന്നത് 1, j എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ ഓഡ് നമ്പർ വരിക. സോ ഇൻഡെക്സ് ബേസ്ഡ് ആണ് പൈതണിൽ വരിക, അതുകൊണ്ട് തന്നെ നമുക്ക് j+1 എന്ന് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഓരോ തവണയും മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു എന്നിട്ട് ആ വരുന്ന വാല്യൂ എന്താണ്? k എന്ന് പറയുന്ന വാല്യൂവിന് ഇപ്പം 3 ആണ് വരുന്നതെങ്കിൽ 1 × 2 × 3 ആ രീതിയിൽ ആ ഒരു ഫോർ ലൂപ്പിനകത്ത് നമുക്ക് ഫാക്ടോറിയൽ വാല്യൂ കിട്ടും. സോ ഫാക്ടോറിയൽ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ ഓഡ് നമ്പർ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട എന്താണ്? ഇതിൻ്റെ സമ്മ് കാണുക എന്നുള്ളതാണ്. സോ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്കാണ് നമ്മൾ സമ്മ് കൊടുക്കുന്നത്. സോ സമ്മ് += എന്ന് നമുക്ക് കൊടുക്കാം, അല്ലേ? സമ്മിനകത്ത് എന്തൊക്കെ വാല്യൂസ് ആണ് വരിക? ഒന്ന് നമ്മുടെ സൈൻ ചേഞ്ച് എം എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റു അതിനുശേഷം
പവർ കാണണം അല്ലേ? നമുക്കറിയാം ഈ വരുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ തന്നെ പവറാണ് നമ്മൾ കാണേണ്ടത്. സോ നമുക്ക് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന എക്സ് വാല്യൂ അതിന് നമുക്ക് പവറായിട്ടാണ് കൊടുക്കേണ്ടത്. സോ പവർ നമുക്ക് വരുന്ന വാല്യൂ എന്താണ്? ജെ ആണ് അല്ലേ? ഓരോ ഓഡ് വാല്യൂവും ജെ ആയിട്ടാണ് നമുക്ക് ആ സീക്വൻസിനകത്ത് വരിക. സോ ജെ കൊടുത്തു. ഇനി നമുക്ക് ഡിവൈഡഡ് ബൈ ഫാക്ടോറിയൽ, ആ കണ്ടുപിടിച്ച ഫാക്ടോറിയൽ. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഓരോ തവണയും ആ സൈൻ ചേഞ്ച് ആവുന്നുണ്ട്. ആദ്യം പ്ലസ് ആണ്, പിന്നെ മൈനസ് ആണ്. സോ ഈ എം എന്ന് പറയുന്ന വാല്യൂ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ഓരോ തവണയും. സോ എം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു -1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇതിൽ ഓരോ തവണയും സൈൻ ചേഞ്ചസ് ആവും. സോ ഇത്രയും കാര്യം മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണോ നമുക്ക് എസ്സിനകത്ത് കിട്ടിയിട്ടുള്ളത് അത് റിട്ടേൺ ചെയ്യണം. ഓക്കെ, എസ് റിട്ടേൺ ചെയ്തു. ഇനി ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒന്ന് കോൾ ചെയ്യാം. സോ പ്രിൻറ്റ് എന്ന് പറഞ്ഞിട്ട് സോ കിട്ടുന്ന സീക്വൻസിനെ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. വേണേൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, ദ സം ഓഫ് ദ സീരീസ് ഈസ്. ഓക്കെ, അതിനുശേഷം നമുക്ക് കോമ ഇട്ടിട്ട് നമ്മളുടെ കമ്പ്യൂട്ട് സീരീസ് കോൾ ചെയ്യാം. അതിനകത്ത് ഇൻപുട്ടുകൾ കൊടുക്കാം. സോ എക്സ് എന്ന് പറയുന്നത് മേ ബി നമുക്കൊരു 10 കൊടുക്കാം. അതേപോലെ തന്നെ എൻ എന്ന് പറയുന്നത് ഒരു 50 നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇതൊന്ന് റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ആദ്യം ഓഡ് വാല്യൂ കാണുന്നുണ്ട്, ദെൻ ഫാക്ടോറിയൽ കാണുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഓരോ തവണയും അപ്ഡേറ്റ് ആവണം ഈ ഒരു റേഞ്ചിൽ അല്ലേ? സോ നമുക്ക് ഈ ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂ ഇവിടുന്ന് എടുത്തിട്ട് ഈ ഫോർ ലൂപ്പിന് മുമ്പായിട്ട് കൊടുക്കാം. ഈ ഐ വാല്യൂ ചേഞ്ച് ആവുന്ന ഓരോ തവണയും നമുക്ക് ഫാക്ടോറിയൽ വാല്യൂ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ പഴയ വാല്യൂ പിന്നെയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ പിന്നീട് നോക്കാം. സോ ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുന്ന സമയത്ത് ദ സം ഓഫ് സീരീസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇനി ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മേ ബി ഒരു 150 നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ മേ ബി ഒരു 5 ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ചേഞ്ചസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ പൈതണിനകത്ത് ചെയ്യുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.